മുസ്ലിം ബ്രദർഹുഡ് അനുകൂലികളായ 23 ചെറുപ്പക്കാരാണ് ഇന്നലെ മാത്രം ഈജിപ്തിൽ അറസ്റ്റിലായത്. നിരോധിത സംഘടനയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന ലഘുലേഖകൾ വിതരണം ചെയ്തു, സർക്കാർ വിരുദ്ധ വികാരം വളർത്താൻ ശ്രമിച്ചു എന്നീ കുറ്റങ്ങളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. തീവ്രവാദത്തിനെതിരായ കടുത്ത നിലപാട് സ്വീകരിക്കുന്നതിലൂടെ ജനങ്ങൾക്ക് നിർഭയത്വമേകാനാവുമെന്നും സൈന്യത്തിന്റെ സാന്നിധ്യമുള്ളിടത്തോളം ജനങ്ങൾ ഭയപ്പെടേണ്ടതില്ലെന്നും സൈനിക മേധാവി അബ്ദുൽ ഫത്ത അൽ-സീസി പറഞ്ഞു. മുസ്ലിം ബ്രദർഹുഡിനെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചതിന് തൊട്ടുപിന്നാലെയാണ് മുൻ പ്രസിഡന്റ് മുഹമ്മദ് മുർസിയുടെ അനുകൂലികളെ വ്യാപകമായി വേട്ടയാടുന്നത്. ബ്രദർഹുഡിന് അനുകൂലമായി നടക്കുന്ന റാലികളിൽ പങ്കെടുക്കുന്നതും സംഘടനയുടെ സാഹിത്യങ്ങൾ കൈവശം വയ്ക്കുന്നതും അനുകൂലമായി സംസാരിക്കുന്നതും എഴുതുന്നതും 5 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണെന്ന് ഈജിപ്ത് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. മുതിർന്ന നേതാക്കളെയും സാമ്പത്തികമായി സഹായം നൽകുന്നവരെയും ജീവപര്യന്തം ശിക്ഷിക്കാനും പദ്ധതിയുണ്ട്. ഇതിനിടയിലും മുഹമ്മദ് മുർസിയെ തിരിച്ചുകൊണ്ടുവരണമെന്നാവശ്യപ്പെട്ടുള്ള പ്രതിഷേധങ്ങൾ ഈജിപ്തിൽ തുടരുകയാണ്. ശക്തമായ ജനകീയ അടിത്തറയുള്ള സംഘടനാ പ്രകടനങ്ങൾ തുടരുമെന്ന് ബ്രദർഹുഡ് നേതാവ് ഇബ്രാഹിം മുനീർ വ്യക്തമാക്കി. ഭരണകൂടത്തിന്റെ ഭീകരവിശേഷണത്തിൽ പ്രതിഷേധിച്ച് ഇന്നലെ രാത്രിയും ഈജിപ്തിലെ നഗരങ്ങളിൽ പ്രകടനങ്ങൾ നടന്നു. ന്യൂസ് ഡെസ്ക്